അയ്യോ ഇത് ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും ചോദിക്കല്ലേ, ഞാൻ ഇങ്ങനെ അടുത്ത സീസൺ ബിഗ് ബോസിലേക്ക് ഒരു കോൾ വന്നാൽ തീർച്ചയായിട്ടും ഞാൻ പോകും. ജാസിനെ അങ്ങ് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ലൈഫ് തരാം. അപ്പൊ ഞാൻ നല്ല തെറി പറയും. പക്ഷേ നിങ്ങൾ തമ്മിലൊരു അടി കൂടിയാൽ ആരാണ് ആദ്യം ഒന്ന് സോറി പറയാ? ഞാൻ പറയില്ല, ആശി പറയും. പൊന്നു സഖി എന്തിനാ പിണക്കമെന്നോട് എന്തിനാ. പക്ക ടിപ്പിക്കൽ ഒരു മലപ്പുറം ഏരിയയാണ്. അവിടുത്തെ ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ ഇതിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരല്ല. അപ്പുറത്തെ വീട്ടിൽ എന്ത് നടക്കുന്നുള്ളത് ഒരു ചാൻസ് വന്നു പടത്തിലേക്ക്. ഫോട്ടോസ് ഒക്കെ അയക്കണം എന്ന് പറഞ്ഞു. ജാസി കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വേണ്ടി വരും. ആ ബിയേർഡ് അപ്പൊ ഒരു ശക്തിയായിരുന്നു, ഒരു കവചമായിരുന്നു സത്യം പറഞ്ഞാൽ. നിങ്ങൾ തമ്മിൽ കളിയാണോ? എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല. ബെഡ്റൂമിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള എനിക്ക് നേരിൽ കണ്ടു കഴിഞ്ഞ ഈ ആര്യ ചേച്ചി പറഞ്ഞ പോലെ വെടി വെച്ചിട്ടുള്ള ദേഷ്യം ഇപ്പോഴും ഉണ്ട്. ഇതിപ്പോ ഇനി വരും ജാസിയെ എന്നൊക്കെ പറഞ്ഞിട്ട് വരും എന്നുള്ള പേടി എനിക്കുണ്ട്. ജാസി നാട്ടിൽ പോയ ആണും ദുബായിൽ വന്ന പെണ്ണുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ തന്നെ വരാൻ കാരണം. കാണാനുള്ളിലുള്ള ഭയമോ കാണാനേറെയുള്ള രസമോ. പുതിയ വീഡിയോസ് ഇട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് കാണിച്ചത്? നിന്റെ ഷർട്ടിന്റെ ബട്ടൺസ് 2 അയച്ചിട്ടല്ലോ. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ കമന്റ്സിലല്ലാണ്ട് നേരിട്ട് അങ്ങനെ ടിക്ടോക്കിൽ കുറെ ഫാൻസ് ഉണ്ട്. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. നോ മാറ്റർ വാട്ട്, ലവ് ഇസ് ലവ് എന്ന് പ്രൂവ് ചെയ്ത 2 പേരാണ് ഇന്ന് എൻ്റെ ഗസ്റ്റ്. സോ ലെറ്റ് മീ വെൽക്കം ആഷി and Jasi. Thank you so much. Hi and welcome to the show. Thank you so much. അപ്പോൾ എല്ലാവരും ഞാൻ പല ഇൻ്റർവ്യൂസ് കണ്ടപ്പോഴും നിങ്ങളുടെ ഫേസ് ചെയ്ത സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. എനിക്ക് അതല്ല അറിയേണ്ടത്. എനിക്ക് ഹൗ മച്ച് ഫൺ യു ആർ ഹാവിങ്. നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾ എത്രത്തോളം ഹാപ്പി ആണെന്നാണ് ആദ്യം അറിയേണ്ടത്. ഞങ്ങളുടെ റിലേഷനിൽ ഞങ്ങൾ നല്ല ഹാപ്പി. കാരണം ഈവൻ ഞങ്ങൾ 2 പേരും ഒരേ വൈബിൾ ആൾക്കാരാണ്. ഒരു സ്ഥലത്ത് അങ്ങനെ അടങ്ങിയിരിക്കുന്ന ആൾക്കാരല്ല. ഭയങ്കര ചിൽ മൈൻഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഈവൻ ആശയാണെങ്കിലും ഭയങ്കര ട്രിപ്പ് മൂഡുള്ള ആളാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് നിൽക്കുന്ന ഒരാളാണ് ആഷി. ആഷിയുടെ ഇഷ്ടത്തിന് നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ബാക്കിയുള്ളവർ എന്ത് കളി പറഞ്ഞാലും അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്ത് തമാശ ഞങ്ങളോട് പറഞ്ഞാലും ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾ അതാ മാത്രമേ നോക്കുന്നുള്ളൂ. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ നല്ല ഹാപ്പിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമ്മിലൊരു അടി കൂടിയാൽ ആരാണ് ആദ്യം ഒന്ന് സോറി പറയാ? ഞാൻ പറയില്ല, ആഷി പറയും. അത് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത്. ഞാൻ പറയില്ല. അതെന്താണ്? ഞാനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ആഷി അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന വ്യക്തിയല്ല. ഞാൻ ആഷി എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി ഇങ്ങനെ ഇതാക്കും. ആഷി മാക്സിമം സൈലന്റ് ആവും. ഇവൻ സൈലന്റ് ആയി ഇരിക്കുന്നത് കണ്ടാൽ എനിക്ക് ദേഷ്യം വരും. അപ്പൊ ഞാൻ പോയിട്ട് ഇങ്ങനെ തോന്നുന്നു തുടങ്ങും. അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ കുറെ കഴിയുമ്പോൾ ആഷിനെ വന്നിട്ട് സോൾവ് ചെയ്യും. ചിലതൊക്കെ ഞാനും പോയി സോൾവ് ചെയ്യാറുണ്ട്. പക്ഷെ മോസ്റ്റ്ലി ആഷിയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം സോൾവ് ചെയ്യാൻ വരാറ്. എന്തിനാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല സാധാരണ? മെസ്സേജ് വരും. ഈവൻ ഇപ്പൊ ഞാൻ എന്റെ ഷോപ്പിന്റെ ഇപ്പൊ ഞങ്ങൾക്ക് ദുബായിൽ ഷോപ്പ് ഉണ്ട്, പെർഫ്യൂം ഷോപ്പ് ഉണ്ട്. അപ്പോൾ അതിന്റെ നമ്പർ കൊടുത്തിരുന്നത് ആഷിയുടെ നമ്പറാണ്. അപ്പൊ എന്നെ ഫെൽറ്റ് ചെയ്യുന്ന ആൾക്കാരും അതിലേക്ക് മെസ്സേജ് അയക്കും. ആഷിനെ ഫെൽറ്റ് ചെയ്യുന്ന കൂടുതൽ ആഷിക്ക് മെസ്സേജ് വരും. ആഷിന്റെ നമ്പറാണല്ലോ. ഇത് ഞാൻ വീട്ടിലാണ്, ആഷിയുടെ ഷോപ്പിൽ എവിടെ ഉണ്ടാകും. അപ്പൊ ആഷി റിപ്ലൈ കൊടുക്കും. ഞാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വെറുതെ അവന്റെ ഫോണൊക്കെ കൊടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ വേണം ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഇതിനെ റിപ്ലൈ കൊടുത്തത് ഷോപ്പിന് അതിനെ റിപ്ലൈ കൊടുത്തത് കസ്റ്റമർ ഡീലിംഗിന്റെ ആളാണ്. അങ്ങനെ ചെറിയ ചെറിയ പണിക്കാണ്. ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു ഹാപ്പിനെസ് കാണുമ്പോൾ എല്ലാവർക്കും മീൻസിലേക്ക് ഈ ചോദ്യം ചെയ്തവരെയും അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്ടിരുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇപ്പം അവരുടെ ഒരു റിപ്ലൈയോ അല്ലെങ്കിൽ അവരുടെ ഒരു മെന്റാലിറ്റി എന്താണ്? ഇപ്പൊ കുറെയൊക്കെ കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അക്സെപ്റ്റഡ് ആയി. കുറെ സ്റ്റാർട്ടിങ് ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമന്റ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ നെഗറ്റീവ് കമന്റ് ഇല്ലാന്നല്ല, പക്ഷെ കുറച്ചുകൂടെ ഒരു അക്സെപ്റ്റേഷൻ വന്ന ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഞങ്ങളുടെ മുഖേന. അറിയാലോ? അതെ അതെ. ആയതുകൊണ്ടൊന്നും കൂടി നമ്മൾ സ്ട്രോങ് ആയി. ഓക്കെ ഓക്കെ. അങ്ങനെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് അങ്ങനെ ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി. നിങ്ങൾ വളരെ ഹാപ്പിയാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് കാണാൻ എല്ലാവരും ഹാപ്പിയാണ്. അപ്പൊ എന്താണ് വേറെ ഒരു സീക്രട്ട് ഇങ്ങനെ ഹാപ്പി ആയിരിക്കുന്നുണ്ട്? മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് തന്നെ മെയിൻ. പിന്നെ വിട്ടുവീഴ്ചകളൊക്കെ. തെറ്റെന്ന് പറയുമ്പോൾ എല്ലായിടത്തും പറ്റില്ല. അപ്പൊ അത് വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് അതിലിങ്ങനെ കിടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കാണ്ട് അതങ്ങ് വിട്ട് ഓക്കെ ആവുമ്പോൾ നന്നാവും. നമ്മളിങ്ങനെ ചൊറിയുമ്പോൾ ഇവർക്ക് ഓട്ടോമാറ്റിക് അതിപ്പോൾ ഏത് റിലേഷൻ ആണെങ്കിലും നമ്മൾ ഓപ്പോസിറ്റിന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഇറിറ്റേറ്റ് ആവുക ചെയ്യുക. ഇറിറ്റേറ്റ് ആയ ആൾക്കാർക്ക് ഒരിക്കലും നമ്മളെ സ്നേഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മാക്സിമം തെറ്റുകളൊക്കെ മനുഷ്യന്മാരൊന്നും പറ്റുന്നില്ല. അതങ്ങ് സോൾവ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുക. നമുക്ക് ലൈഫ് ഇനിയും ത്രൂ ഔട്ട് എടുക്കുന്നില്ല. അപ്പോൾ വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ, ഹാപ്പി ആയിട്ട് പോവാം. അതായിരിക്കും നല്ലത്. അതിന് ഈ ഹാപ്പി ആയിട്ട് പോകാൻ നമുക്ക് ഈ വേണ്ടാത്ത കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വിടണം എന്നൊക്കെ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയും. നമുക്ക് വേണ്ടാത്ത ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വിട്ടാൽ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഫ്രണ്ട്സ് ഇല്ല. പൊതുവെ എനിക്ക് ആഷിക്ക് ലൈക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. കാരണം അവന് ദുബായിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഈ ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ ആയിട്ട് ഇതായിട്ട് എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് പൊതുവെ വളരെ
കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. ഉള്ള ഫ്രണ്ട്സിൽ ഇപ്പോൾ എനിക്ക് അങ്ങനെ മോശം ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഒഴിവാക്കി. ഇപ്പോൾ ഉള്ളവർ ജെന്യൂൻ ആയിട്ടുള്ള ഫ്രണ്ട്സാണ് എൻ്റെ കൂടെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇനി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓക്കെ, അത്ര വളരെ വലിയ ഉണ്ടാവുന്ന കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. ഇവൻ ആഷിക്കാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു എനിക്ക്. എല്ലാവർക്കും ജാസി അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്, എങ്ങനെയാണ് ജാസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? എങ്ങനെയാണ് ജെൻഡർ? ആണായിട്ട് പെണ്ണിന്റെ വീഡിയോസ് ചെയ്യുമായിരുന്നു. എനിക്ക് കൂടുതൽ അങ്ങനത്തെ വീഡിയോസ് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ചില ആൾക്കാർ ഗോസിപ്പ് വന്നിട്ടുണ്ടായിരുന്നു, ജാസി നാട്ടിൽ പോയ ആണും ദുബായിൽ വന്ന പെണ്ണുമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ തന്നെ വരാൻ കാരണം ഞാൻ ഇപ്പോൾ എൻ്റെ ഐഡന്റിറ്റി തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ജാസി എന്താണെന്ന് ചോദിക്കുമ്പോൾ ജാസി ഒരു പെണ്ണാണോ അല്ലെങ്കിൽ ജാസി ഒരു ആണാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊരു മനുഷ്യനായിട്ട് നിങ്ങൾ എന്നെ കൺസിഡർ ചെയ്താൽ മതി. എനിക്ക് ഒരു പെണ്ണെന്ന സത്യത്തിലോ അല്ലെങ്കിൽ ആണെന്ന സത്യത്തിൽ ഇരിക്കാൻ കൂടുതൽ എനിക്കൊരു മനുഷ്യത്വം അല്ലെങ്കിൽ മനുഷ്യനായി ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ലേഡി കോസ്റ്റ്യൂമിലൊക്കെ പുറത്ത് പോകുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറേ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് കമൻറ്റ് കുറേയൊക്കെ ഒന്ന് കുറഞ്ഞു. ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ്, ഈവൻ ലേഡീസൊക്കെ ചോദിക്കുന്നത് കോസ്റ്റ്യൂം എവിടുന്ന, സാരി എവിടുന്ന, നല്ല ഭംഗിയുള്ള ജ്വല്ലറീസ് ആണല്ലോ, കുറച്ചുകൂടി ഭംഗി കൂടിയല്ലോ, ബ്യൂട്ടി ടിപ്സ് പറഞ്ഞതായോ, അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. ഓക്കെ, അപ്പോൾ ഹാപ്പി ആയിരിക്കുന്നതാണോ ബ്യൂട്ടി ആയിരിക്കുന്നതിൻ്റെ ഒരു? തീർച്ചയായിട്ടും അത് ഒരു വലിയ കാര്യമാണ്. പിന്നെ ഞാൻ നന്നായിട്ട് ഉറങ്ങും. ആഷി ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുൾ ടൈം ഫ്രീ ആണല്ലോ, ഞാൻ കുറേ കഴിഞ്ഞ് ഉറങ്ങും. പിന്നെ ദുബായിൽ ഇപ്പോൾ ലൈവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ടിക്ടോക്കിൽ ഞങ്ങൾക്ക്. അപ്പോൾ ആഷി വന്നാൽ ഒരു 10-15 മിനിറ്റ് 20 ഞാൻ ലൈവ് ഇരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ആഷി വന്നു കഴിഞ്ഞാൽ പിന്നെ ആഷി ലൈവ് ഇരിക്കും. ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കും കിച്ചണിൽ. അങ്ങനെ പൊളിച്ചു പോണു. അതെ അതെ, അതാണല്ലോ എല്ലാവർക്കും വേണ്ടത്, നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഈ സൊസൈറ്റിയുടെ ഒരു അക്സെപ്റ്റൻസ് എന്നുള്ളത് ഇപ്പം ആസ് എ കപ്പിൾ ജീവിക്കുന്ന എല്ലാവർക്കും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതായത് നമ്മൾ മാത്രം ഹാപ്പി ആയിരുന്നാൽ പോലും നമ്മുടെ ചുറ്റുമുള്ളവരെയും നമ്മൾ ഹാപ്പി ആക്കണം എന്നുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ പാരൻസ് ആയിരിക്കാം, നമ്മളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പം ഇവരുടെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡും എനിക്ക് തോന്നുന്നു ഒരു 5 years മുന്നേ ഒരിക്കലും ഇങ്ങനെ ആയിരിക്കില്ല, ഇങ്ങനെ ആയിരിക്കില്ല. പക്ഷെ ഇപ്പോൾ അവർ നിങ്ങൾ ഹാപ്പി ആയിരിക്കുമ്പോൾ അവരുടെ ഒരു അക്സെപ്റ്റൻസും അവരുടെ ഒരു സപ്പോർട്ടും ഒക്കെ എങ്ങനെയാണ്? ഫ്രണ്ട്സൊക്കെ നല്ല സപ്പോർട്ടാണ്. ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും അങ്ങനെ വലിയ സപ്പോർട്ട് ഇല്ല. ആശ്രയ വീട്ടിലാണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും കുറേ ആൾക്കാരൊക്കെ, പക്ഷെ പണ്ടത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ ഓക്കെയാണ്. അവരിഷ്ടം പോലെ അവരങ്ങ് ജീവിക്കട്ടെ എന്നുള്ളൊരു മൈൻഡാണ്. ഇപ്പൊ പിന്നെ ആദ്യം കുറെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരുമായിരുന്നു. ഇപ്പൊ പിന്നെ ആരും അങ്ങനെ പറയാറില്ല, പറഞ്ഞ വലിയ കാര്യമൊന്നുമില്ല എന്ന് അവർക്ക് തോന്നിക്കാണെന്ന് അറിയില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെ ആരും അങ്ങനെ എന്നെ കുറിച്ച് സംസാരിക്കാറില്ല. അപ്പൊ നിങ്ങൾ ആസ് എ കപ്പിൾ നിങ്ങൾ എങ്ങനെയാ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഞാൻ എൻ്റെ പാർട്ണറാണ് ആഷി എന്നാണ് എല്ലാവരോടും ഐഡന്റിഫൈ ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ, ഞങ്ങൾ പാർട്ട്ണർഷിപ്പിൽ എല്ലാവർക്കും അറിയാമല്ലോ. ഞങ്ങൾ ഇപ്പോൾ അടുത്തൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻഗേജ്മെന്റ് വീഡിയോസിന്റെ, നിക്കാ വീഡിയോസിന്റെ. അപ്പോൾ അതൊക്കെ ഭയങ്കര ലൈക്കും കമന്റും വ്യൂസും കുറേ ആശംസകളൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി. ആൾക്കാരെ ഇങ്ങനത്തെ ആൾക്കാരെയും ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളൊരു വ്യൂസും മൈൻഡ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു ഇനീഷ്യൽ പീരീഡുകളാണല്ലോ ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പം ജാസി എന്ന വ്യക്തി ബൈ ഹാർട്ട് ഓൾസോ ഒരു വലിയ ആളായതുകൊണ്ടാണല്ലോ നമുക്ക് എല്ലാവർക്കും മിസ്റ്റേക്സ് വരാം. അത് വളരെ കോമൺ ആണ്. വി ആർ ഓൾ ഹ്യൂമൻ, വി മേക്ക് മിസ്റ്റേക്സ്. അപ്പോൾ അതൊക്കെ ക്ഷമിച്ച് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കണം. പക്ഷെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ, ആ ഒരു ടൈം പോയിന്റിൽ ഭയങ്കരമായിട്ട് റിയാക്ട് ഒക്കെ ചെയ്തായിരുന്നു, ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു. സോഷ്യൽ മീഡിയ ഭയങ്കര എന്താ പറയുക, നിങ്ങളുടെ വീഡിയോസ് അല്ലാണ്ട് നിങ്ങളുടെ വീഡിയോസ് എടുത്ത് വീഡിയോസ് ചെയ്യുന്ന ട്രോളേഴ്സ് ഉണ്ട്. ഇവരിങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവരുടെ ലൈഫൊക്കെ ഇത്രേ ഉള്ളൂ, ഇതൊക്കെ വെറും തമാശ കളിയാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്ത കുറേ പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പോയിന്റിൽ എന്താ അങ്ങനെ റിയാക്ട് ചെയ്യാൻ തോന്നിയത് പെട്ടെന്ന്? കാരണം ഞാൻ പെട്ടെന്ന് അങ്ങ് സ്റ്റക്ക് ആവുകയാണ്. എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ച വ്യക്തിയല്ല. അപ്പോൾ ഇവൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാവുമെന്നും ഞാൻ ഒരിക്കലും വിചാരിച്ച വ്യക്തിയല്ല. അപ്പോൾ അത് എങ്ങനെ വന്നു പോയി എന്താ എനിക്കറിയില്ല. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പെൺകുട്ടി ഭയങ്കര, എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു വ്യക്തി ആ ഒരു കുട്ടിയാണ്. ഇപ്പോഴാണെങ്കിൽ ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്ന പോലെ തന്നെ എനിക്ക് നേരിൽ കണ്ടു കഴിഞ്ഞാൽ ഈ ആര്യ ചേച്ചി പറഞ്ഞ പോലെ വെടി വെച്ച് കൊല്ലാനുള്ള ദേഷ്യം ഇപ്പോഴും ഉണ്ട്. എനിക്ക് ആ കുട്ടിക്ക് ഒരിക്കലും ഞാൻ പുറത്തു കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ ഉണ്ടാവില്ല. എനിക്ക് അത്രയ്ക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ആരെങ്കിലും മരിച്ചു പോകണമെന്ന് വിചാരിക്കണമെങ്കിൽ ആ കുട്ടി മാത്രമാണ്. കാരണം അത്രയ്ക്ക് എനിക്ക് അതിനോട് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇമോഷണൽ. കാരണം അത്രയ്ക്ക് എനിക്ക് ആ കുട്ടിയോട് വെറുപ്പാണ്. കാരണം അത്രയും നല്ല രീതിയിൽ സ്മൂത്തായിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ലൈഫിലേക്ക് കയറി വന്ന് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ എൻ്റെ ലൈഫിലേക്ക് കയറി വന്ന് ഞങ്ങളുടെ ഇടയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാക്കിയിട്ട് അപ്പുറത്ത് ഇരുന്ന് ചിരിച്ച് കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഇപ്പോഴും ത്രൂ ഔട്ട് എന്നെ ഇപ്പോഴും ടിക്ടോക്കിൽ, ഞങ്ങൾ ദുബായിൽ ടിക്ടോക്ക് ഉണ്ട്, ടിക്ടോക്കിൽ ഇപ്പോഴും എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്തിട്ട് കുറേ ക്യാപ്ഷനൊക്കെ എഴുതി വെച്ച്, വളരെ വൾഗറായിട്ട് ക്യാപ്ഷനൊക്കെ എഴുതി വെച്ച് ഇപ്പോഴും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആ കുട്ടി. ഞാൻ അത് ഓൾറെഡി വിട്ട കേസാണ്. പക്ഷെ ഇപ്പോഴും ആ കുട്ടി നിരന്തരമായിട്ട് എന്നെ മനസ്സിങ്ങനെ പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരു പ്രശ്നം വന്നതുകൊണ്ട് കുറച്ചുകൂടി ഞങ്ങൾ
intimate ആയി. അതിനേക്കുള്ള റീപ്ലേ പറഞ്ഞാൽ നമ്മളൊന്ന് ഹാപ്പി ആയിട്ട് അതെ. അപ്പൊ ഞങ്ങൾ ഇത് തളർന്നില്ലല്ലോ, ഞങ്ങൾ പിന്നെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടല്ലോ. അതാണ് അവർക്ക്. അപ്പൊ ആഷിയോട് സംസാരിച്ചു എന്തുകൊണ്ട് അങ്ങനെ പറ്റിപ്പോയി, അല്ലെങ്കിൽ എന്താണ് അതിന് ചെയ്യാൻ പറ്റുകയെന്ന് എന്നെ കുറിച്ച് കുറേ ഫേക്ക് കാര്യങ്ങൾ ആഷിനോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആഷിക്ക് ഓവർ തിങ്കിങ് മൈൻഡ് വന്നു. അങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഞാൻ കർമ്മ എന്ന് പറഞ്ഞ സംഭവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു അടുത്തും ഒരു ബാഡ് പ്രശ്നം വരില്ല. നേരെ മറിച്ച് നമ്മളൊരാൾക്ക് ഒരു ഉപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കറങ്ങി തിരിഞ്ഞ് അവരെ ഭാഗത്ത് തന്നെ വന്ന് എത്തും. ഇവളെ എന്നെ കുറിച്ച് പറഞ്ഞതെല്ലാം പച്ച കള്ളങ്ങളായിരുന്നു. പക്ഷെ ഇവളെ കുറിച്ച് എനിക്ക് ദൈവമായിട്ട് ഒരാൾ എന്നെ കാണാൻ വേണ്ടി വരുന്നു, അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് എന്നെ കാണാൻ വേണ്ടി വരുന്നു. അയാൾ എന്നോട് ഇവളെ കാര്യങ്ങളെല്ലാം പറയുന്നു, വിത്ത് പ്രൂഫ് വീഡിയോസ് എനിക്ക് കാണിച്ചിരുന്നു. ഇവൾ പല ആൾക്കാരെയും കൂടെ ഉള്ള പല വീഡിയോസ് എനിക്ക് കാണിച്ചിരുന്നു. ആ സമയത്ത് ഇവരും രണ്ടുപേരും തമ്മിൽ കോളിംഗ് ഉണ്ട്. ഞാൻ കൊണ്ടുപോയിട്ട് ആഷിനെ കാണണമെന്ന് പറയുന്നു, ആഷിക്ക് അത് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആഷിക്ക് മനസ്സിലായി ആരാണ് ഇതെന്നുള്ളത്. അങ്ങനെയാണ് ബാക്ക് ടു പിന്നിൻ എൻ്റെ അടുത്തേക്ക് തന്നെ വന്നത് ആഷി. ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ദുബായ് ഇപ്പം എത്രത്തോളം അതൊരു ഓപ്പൺ മൈൻഡഡ് രാജ്യമാണ്, അവിടെ ഒരു മൾട്ടിനാഷണൽസ് ആണെന്ന് പറഞ്ഞാലും ഇപ്പം ഈ ഇന്ത്യയിൽ അനുഭവിക്കുന്ന പോലെ ഈ ഒരു നമ്മൾ നന്നായി ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു സ്റ്റെയറോ അല്ലെങ്കിൽ ഇവരെന്താണ് ഇങ്ങനെ, മലയാളികളുടെ അല്ല ഞാൻ ചോദിക്കുന്നത്, പൊതുവായിട്ട് അങ്ങനെ അവിടെ അങ്ങനെയൊന്നുമില്ല. ദുബായ് ഭയങ്കര നല്ലൊരു സിറ്റിയാണ്. അതേപോലെ തന്നെ അവിടെ ഒന്നാമത് നമ്മൾ ഇവിടെ നാട്ടിലാണ് അങ്ങനത്തെ കുറെ അപ്പുറത്തെ വീട്ടിൽ എന്ത് നടക്കുന്നുള്ളത് ചിന്തിക്കുന്ന ആൾക്കാർ. അവിടെ സത്യം പറഞ്ഞാൽ എല്ലാവരും ബിസി അല്ലേ, ബിസി ലൈഫ് അല്ലേ. ആർക്കും വേറൊരാളെ ലൈഫിലേക്കോ അല്ലെങ്കിൽ വേറൊരാളെ ഒരു ഇതിലേക്ക് കയറി വരാനുള്ള ഒരു സ്പേസോ ടൈമോ ഇല്ല അവിടെ. ഇപ്പം ഈവൻ ഞങ്ങൾ താമസിക്കുന്ന ദുബായിലെ ഫ്ലാറ്റിൽ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാർ ആരാന്ന് പോലും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങളൊരു 1 year 1.5 year ആയി അവിടെ താമസിക്കും. ഇതുവരെ അപ്പുറത്തെ ആൾക്കാരെ ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം അതിന്റെ ടൈം നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഈ നാട്ടുംപുറത്തും അല്ലെങ്കിൽ ഇവിടെ ഈ നാട്ടിലൊക്കെയാണ് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. ദുബായിലൊന്നും അങ്ങനെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇതെന്താ ഇങ്ങനെ പോകണം അല്ലെങ്കിൽ അതെന്താ ഇങ്ങനെ കണ്ണെഴുതിയിരിക്കുന്ന ലിപ്സ്റ്റിക് അങ്ങനൊന്നും ചോദിക്കില്ല. അങ്ങനെയൊന്നും ഇതുവരെ എനിക്ക് ദുബായിൽ നിന്ന് അങ്ങനെ ഒരു ബാഡ് ഇമേജ് ഉണ്ടായിട്ടില്ല. നാട്ടിൽ വരുമ്പോൾ എന്താ അവസ്ഥ? നാട്ടിൽ വരുമ്പോഴാണ് പണ്ടൊക്കെ കേട്ടോ, ഇപ്പൊ പിന്നെ അങ്ങനെയില്ല. പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ജസ്റ്റ് നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിട്ടോ എന്തെങ്കിലും പർച്ചേസിന് വേണ്ടി പുറത്തിറങ്ങി തന്നെ ആൾക്കാർ ഇങ്ങനെ ഭയങ്കര നോട്ടം, ഓരോ കൈ കൊണ്ടും കാലുകൊണ്ടുള്ള ആക്ഷൻസ്, അതൊക്കെ നമ്മളെ ഭയങ്കര എന്നെ പെട്ടെന്ന് അങ്ങ് ഫീൽ ചെയ്യുമായിരുന്നു എനിക്ക് പണ്ട്. ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അവരും അക്സെപ്റ്റ് ചെയ്ത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ച് കുട്ടികളൊക്കെ കൂടുതൽ ഓപ്പൺ ആയിട്ട് ചിന്തിക്കുന്ന വ്യക്തികളാണ്. പിന്നെ ഇപ്പൊ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും കൂടി റിലേഷനായി അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് അടിപൊളിയായിട്ട് നടക്കുന്നു. പെണ്ണും നടക്കുന്നു, ആൺകുട്ടികളും നടക്കുന്നു. അങ്ങനെ ആരും അങ്ങനെ ഇതാക്കുന്നില്ലല്ലോ. പണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല, ഇത് എന്താണ് ഇവരെങ്ങനെയാണെന്നൊക്കെ ചിന്തിക്കുന്നു ആൾക്കാർ, ഓവർ ചിന്തിക്കും, ഇത് തെറ്റല്ലേ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അങ്ങനെ എല്ലാവരും നല്ല ഓപ്പൺ മൈൻഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ അങ്ങനത്തെ വിഷയങ്ങളൊന്നും അങ്ങനെ വരാറില്ല. സ്പെഷ്യലി ഈ ട്രാൻസ് റിലേഷൻഷിപ്സിലെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിൽ അവരുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ പബ്ലിക്കാണ്. അല്ലെ, നിങ്ങളുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളും അതിൽ കമ്മ്യൂണിറ്റിയുടെ അങ്ങനെ. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഇപ്പം ഗേ കപ്പിൾസ് ഉണ്ടാവാം, ട്രാൻസ് കപ്പിൾസ് ഉണ്ടാവാം. അപ്പം ഇവർ ഒരു പോയിന്റിൽ ഇവർ ഒരുമിച്ച് നിൽക്കുന്നു, പിന്നെ വേറൊരു പോയിന്റിൽ ഇവർ പിരിഞ്ഞു പോകുന്നു. അപ്പോൾ ഇത് ഈ പബ്ലിക് കാണുമ്പോൾ ഇത് ഇവരുടെ വെറും തമാശ കളിയാണ്, ഇതൊന്നും ഒരിക്കലും ലാസ്റ്റ് ചെയ്യാനുള്ളതല്ല എന്ന് വളരെ മോശമായി ക്രിട്ടിസൈസ് ചെയ്യുന്നവരുണ്ട്. ഇവരെന്താ ഇവർ ചെയ്യുന്നത്, ഇവർക്ക് ഒരു പ്രോപ്പർ സെക്ഷൽ റിലേഷൻ ഇവർക്ക് പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതുപോലെയുള്ള കമന്റ്സും അതുപോലെയുള്ള സിറ്റുവേഷൻസും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നമ്മളൊരാളുടെ ലൈഫിലേക്ക് കയറുമ്പോൾ അയാളുടെ ലൈഫും കൂടിയാണ് നമ്മൾ എടുക്കുന്നത്. ഒരിക്കലും ലൈഫ് ഒരു തമാശയായിട്ട് കാണാതിരിക്കുക. പലപ്പോഴും പല ആൾക്കാരും ലൈഫ് തമാശയായി കാണുന്നതുകൊണ്ടാണ് പകുതിയിൽ അത് മുറിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ അത് ബ്രേക്കപ്പ് ആവുന്നത്. ലൈഫ് വളരെ കാര്യബോധമായിട്ട് അവരാരെ കാര്യത്തിലും നമ്മളെയും സ്നേഹിക്കണം. ഇവരെ മാത്രമല്ല, നമ്മളെയും സ്നേഹിക്കണം. ഇവർ നമ്മളെ സ്നേഹിക്കുമ്പോൾ ഇവർ ഓൾറെഡി ഇവർക്കുള്ള പ്രാർത്ഥനകളും ഇവർക്കുള്ള ഒരു സ്പേസും കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ ഇതുപോലെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ ഈവൻ ഞാനുമാണെന്നുണ്ടെങ്കിൽ ആഷി ജോബും കഴിഞ്ഞിട്ട് ആഷി ബിസിയാണ്, ഞാനും എൻ്റെ വർക്കും കഴിയാനായിട്ട് ഓൺലൈൻ വർക്കും കഴിയാനായിട്ട് ഞാനും ബിസിയാണ്. പിന്നെ വീട്ടിൽ വരുമ്പോൾ നേരത്തെ വീട്ടിൽ വരണമെന്നൊരു നിർബന്ധം മാത്രമേ ഉള്ളൂ എനിക്ക്. ഒരുപാട് ലേറ്റായിട്ട് വരരുത്, നേരത്തെ വന്നു കഴിഞ്ഞാൽ കുറേ നേരം സംസാരിക്കും, അങ്ങനെയൊക്കെ തന്നെ. ഈ ആഷി ഫേസ് ചെയ്യേണ്ട ചോദ്യങ്ങൾ ഒരുപാടാണ്. ഇപ്പൊ ആഷിയെ ബൈ ഫിസിക്കലി ഓൾസോ ഇസ് എ വെരി മാൻലി ഗൈ ആണ്. അപ്പോൾ പലരും പെൺകുട്ടികൾ അപ്രോച്ച് ചെയ്യാം, മെസ്സേജ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരാൾ ജാസി ചൂസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഫേസ് ചെയ്യേണ്ടി വന്ന ക്രിറ്റിസിസം എന്തൊക്കെയാണ്? ആഷിക്ക് ഓൾറെഡി പെൺകുട്ടികൾ മെസ്സേജ് അയക്കുമായിരുന്നു ജാസിനെ ഒഴിവാക്കി. ഒരുപാട് മെസ്സേജ് വരും, ഫാമിലി ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നിങ്ങൾ നല്ല അടിപൊളി ആളല്ലേ, നല്ല താടിയല്ലേ, നിങ്ങൾ സൂപ്പർ ആളല്ലേ കാണാൻ, ജാസിനെ അങ്ങ് ഒഴിവാക്കിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ലൈഫ് തരാം. അപ്പൊ ഞാൻ അടുത്ത് നല്ല തെറി പറയും ലാഷി. ആഷിക്ക് സത്യം പറഞ്ഞാൽ ഈ കണ്ണിന്റെ ഈ ഭാഗം വരെ താടി വരും, ഭയങ്കര താടിയാണ്. അപ്പോൾ ഇവൻ ഞങ്ങൾ പെർഫ്യൂം ഷോപ്പാണ്. അപ്പൊ അവിടെ വന്ന കസ്റ്റമേഴ്സ് ഒക്കെ ഈ താടില്ലാത്ത ആണുങ്ങളുണ്ടാവും, ആൺകുട്ടികൾ വരുമല്ലോ. അപ്പോൾ പറയും, അയ്യോ ആഷിയുടെ പോലെ താടി വേണം, എന്താ ചെയ്യുക. അത് കുറേ നിരന്തരം കേട്ട് അവസാനം ഞങ്ങൾ
ഞങ്ങളൊരു ബിയർഡ് ഓയിൽ അങ്ങ് ഇറക്കി. ആ, ശരി. അതിന്റെ പേരില് ഒരു ആശിയുടെ പേരില്. അത് അൽക്കമി അത് 1 year ആയിട്ട് യൂസ് ചെയ്യുന്ന റിസൾട്ട് പ്രൊമോഷൻ അല്ല, Promotion അല്ല കേട്ടോ. അങ്ങനെ അത് ഇറക്കി ഞങ്ങള്. അപ്പൊ ഇതിന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണോ ജാസി? ഞാൻ ഭയങ്കര സത്യമായിട്ടും ഇവൻ ആശുവാണോ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ ആവശ്യങ്ങളുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് കാണിക്കുള്ളൂ. ശിവനങ്ങല്ലോ ചെറിയ എല്ലാ കാര്യത്തിലും കാണിക്കും. എല്ലാ കാര്യത്തിലും ആശയ്ക്ക് എങ്ങനെ ഈ ഡ്രസ്സിങ് ആശ അങ്ങനെയൊക്കെ പറയുള്ളൂ, ഒരു ഓവർ ടൈറ്റ് ഡ്രസ് ഒന്നും ഉണ്ടല്ലോ. എല്ലാ ട്രാൻസിനും നമ്മൾ കണ്ടായിരുന്നു ഹോട്ട് ഫീലിയനെ കോസ്റ്റ്യൂംസ് അവർ യൂസ് ചെയ്യുള്ളൂ. ചില ട്രാൻസ്. അപ്പോ ആശയ്ക്ക് അങ്ങനെ ഓവർ ഡ്രസ്സിങ്. ടാറ്റു ഒരു മസ്റ്റ് ആണോ? ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്, എല്ലാവരും ടാറ്റു ടാറ്റൊന്നും ചെയ്തിട്ടില്ല. അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒന്നും ഞങ്ങൾ എനിക്ക് ഇഷ്ടമില്ല. കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഇപ്പൊ ഇവർക്ക് അങ്ങനത്തെ ഒരു ആശയ്ക്ക് ഞാൻ ഏത് ഡ്രസ് ഇട്ട് നടക്കാൻ ഇഷ്ടം? കണ്ണു മാത്രമല്ലേ കാണുള്ളൂ, അതാണ് ഏറ്റവും ഇഷ്ടം. ഇവൻ ഞാനിപ്പോ കുറെ സാരി വീഡിയോസ് ഒക്കെ ചെയ്യുമല്ലോ, ഓൾമോസ്റ്റ് സാരി എങ്ങനെ എടുത്താലും കുറച്ച് വയറ് കാണും. അല്ലെങ്കിൽ നമ്മൾ അമ്മമാർ എടുക്കുന്ന പോലെ ഇവിടെ വെച്ച് പിന്നെ കുത്തണം. അപ്പോ എന്നോട് പുതിയ വീഡിയോസ് ഇട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് വയറ് കാണിച്ച് തോന്നുന്നത്? അവൻ ഞാൻ പറയും, നീ നിന്റെ ഷർട്ടിന്റെ ബട്ടൺസ് 2 അയച്ചിട്ടല്ലോ, അങ്ങനെ അങ്ങോട്ട് പറയും. അങ്ങനൊരു അഡ്ജസ്റ്റഡ് അണ്ടർസ്റ്റാൻഡിംഗിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ജേർണി. മീൻസ് ലൈക്ക് ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? ആരാണ് ഫസ്റ്റ് കൺഫ്യൂസ് ചെയ്തത് എനിക്ക് ഇഷ്ടമാണ് എന്ന്? ആരാണ്? ഞാനാ പറഞ്ഞത് ഫസ്റ്റ്. നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, എന്റെ വീട്ടിലെല്ലാം വരലുണ്ടായിരുന്നു, നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഇവർക്ക് ഓൾറെഡി അന്ന് ആ സമയത്ത് ഒരു റിലേഷൻ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറയായിരുന്നു ഇങ്ങനെ റിലേഷൻ ഉണ്ടെന്നൊക്കെ, ഫോട്ടോസ് കാണിച്ചു കുട്ടിയുടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ബ്രേക്കപ്പ് ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞപ്പോൾ ഞാനാണ് പറഞ്ഞത്, കാരണം രണ്ടാളും ഒരേ വൈബാണ്. അപ്പൊ എനിക്ക് തോന്നി ഒരേ വൈബുള്ള ആൾക്കാർ ഇങ്ങനെ ഒരുമിച്ച് പോകുമ്പോൾ രസമല്ലേ, നല്ല കാര്യമാണ്. അപ്പൊ ഞാനിങ്ങനെ ഇവരോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഓക്കെ എനിക്കും ഇഷ്ടമാണ്. ഇല്ല, കട്ട് ചെയ്തു ഫോണ്. ഫോൺ കട്ട് ചെയ്ത് പറഞ്ഞു ഞാൻ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അയ്യോ ഞാൻ പറഞ്ഞത് അബദ്ധമായി പോയോ, കാരണം ഇവൻ പക്ക ഒരു ഇതാണല്ലോ. അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, എനിക്കും ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് പിന്നെ ആൾക്കാർക്ക് നിങ്ങൾ ആസ് എ കപ്പിൾ കാണുമ്പോൾ അവർക്ക് പലർക്കും എന്താണ് നിങ്ങളുടെ ബെഡ്റൂമിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ഭയങ്കര കുറെ കമന്റ്സ് ആയിട്ടൊക്കെ വരും. ഞാൻ കമന്റ്സ് കുറെ കണ്ടിരുന്നു. നിങ്ങൾ തമ്മിൽ കളിയാണോ? എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ കളി കളിച്ചിട്ടില്ല, ഇതെന്താണ് കൊല്ലായിരുന്നു. അത് പിന്നെ ചോദിക്കും നിങ്ങൾ സെക്സ് എങ്ങനെയാണ്, നിങ്ങള് ആശി ഓക്കെ ആണോ, നിങ്ങൾ ആരാണ്, അങ്ങനെയൊക്കെ പറയും. പല കമന്റ്സ്, പ്രൈവറ്റ് കമന്റും വരും, നോർമലി അങ്ങനെ കുറെ കമന്റ്സ് ഒക്കെ വരും. ഒരു ലൈഫില് സെക്സ് വേണ്ടെന്നല്ല, അത് വേണം. പക്ഷെ അതിനായിട്ട് ഉപരി നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഹാപ്പിനെസ് ആണ്. അവിടെ സെക്സിനെക്കാട്ടി കൂടുതൽ നമ്മളെ ഹാപ്പിനെസ് ആണ്. ഇഷ്ടപ്പെടുന്ന ആൾ നമ്മുടെ കൂടെ ഇരിക്കുന്നു, നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ നല്ല ഫുഡ് കഴിക്കുന്നു, നമ്മൾ പുറത്ത് പോകുന്നു, എൻജോയ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഇവൻ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ നല്ല ഹാപ്പിയാണ്. ഹാപ്പി അല്ലേ? പറയുന്നില്ല. ഇപ്പൊ ഈ ആസ് എ കമ്മ്യൂണിറ്റി, ഇപ്പം ഞാൻ പറയണ ഇപ്പോഴും അവള് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫേസിൽ കൂടിയാണ് കടന്നത്. എത്രത്തോളം അവർ അക്സെപ്റ്റ് ചെയ്യുന്നു പറഞ്ഞാലും ഇങ്ങനെ ഇവിടുത്തെ ഈ ഒരു പ്രോസസ്സിനെ കുറിച്ച് അത്ര അറിവില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് ശരിയാവുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണോ ദുബായിലേക്ക് പോയത്? എന്തുകൊണ്ടാണ്? ഞാൻ എന്റെ വീട്ടിൽ കുറെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ദുബായിലേക്ക് കയറുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി അന്ന് സമയത്തൊന്നും ഞാൻ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊന്നും നിർത്തുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാനിപ്പോൾ ദുബായിലാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ഇവിടുന്ന് മെഡിസിൻ കൊണ്ടുപോകും, ദുബായിൽ കഴിക്കും. അപ്പോൾ ഞാൻ ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ ഇപ്പോൾ ഓൾറെഡി അവിടെ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ലേസറിന്റെ പെയിൻ എന്ന് പറയുമ്പോൾ ഭയങ്കര പെയിനാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുമ്പോഴാണ് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ വ്യക്തികൾ എത്രത്തോളം പെയിൻ സഹിച്ചിട്ടാണ് ഈ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ഭയങ്കര റെസ്പെക്ട് തോന്നുന്നു അവരോടൊന്നും കൂടെ. കാരണം ആസ് എ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അവർ എത്രത്തോളം പെയിൻ സഹിച്ചിട്ടാണ്. ഇതിപ്പോൾ ഓൾറെഡി ചെറിയൊരു ലേസർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞുള്ളൂ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് ഓപ്പറേഷൻസ് ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ചെയ്ത് വരുന്ന ഫുള്ളി പൂർണ്ണമായൊരു സ്ത്രീ ആയ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾ എത്രത്തോളം വിഷമത്തിലൂടെയും പെയിൻഫുള്ളായിട്ടുള്ള ഒരു പീരിയഡ്സിലൂടെയാണ് പോയിട്ടുണ്ടാവുക എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സത്യം അവരുടെ റെസ്പെക്റ്റ് ആണ് തോന്നുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അത്രയും വേദന സഹിച്ചിട്ടാണ് അവർ ഒരു പെണ്ണായി മാറുന്നത്. അപ്പോൾ അവരൊക്കെ വീണ്ടും പോയിട്ട് 9 ആണ്, അല്ലെങ്കിൽ ചാന്തുപൊട്ടാണ്, അല്ലെങ്കിൽ മറ്റതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ടീം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. ആസ് എ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമം തോന്നാറുണ്ട്. ഇപ്പം ഫസ്റ്റ് ജാസിയുടെ ഞാനൊരു എവല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായി, ഒരു സ്റ്റാർട്ടിങ് മുതൽ. അപ്പോൾ ഫസ്റ്റ് ജാസി മീൻസ് ലൈക്ക് ഡ്രസ്സ് ചെയ്യുമ്പോൾ വളരെ മാൻലി ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്നു, ബിയേർഡ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇത് ട്രാൻസ് ആണെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക്
എന്തുകൊണ്ട് ഇത് ഇങ്ങനെ പിന്നെ എന്തിനാ ഇങ്ങനെ കോലം കെട്ടുന്നത് എന്നുള്ള ചോദ്യം കാരണം ഉണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് എനിക്ക് ഫാമിലി ഭയങ്കര ഇമ്പോർട്ടൻറ്റ്, ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് അല്ലാന്നല്ല, ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ആ സമയത്ത് എനിക്ക് ഒന്നും കൂടെ തുറന്ന് പറയാൻ ഒരു പേടിയായിരുന്നു എനിക്ക്. ഞാൻ എന്താണ് അല്ലെങ്കിൽ എൻ്റെ സ്വത്തം എന്താണെന്ന് തുറന്ന് പറയാൻ ഒരു പേടി, അല്ലെങ്കിൽ അവിടെ ഒരു തടസ്സം പോലെയായിരുന്നു. കാരണം എൻ്റെ ഫാമിലി ബാക്കിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ഫാമിലി ആരും ഓക്കെ ആയിട്ട് വന്നിട്ടില്ല. ഫിനാൻഷ്യലി അവരൊന്ന് ഓക്കെ ആക്കണം. ഇത് പറയുമ്പോൾ എൻ്റെ ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, എൻ്റെ സിസ്റ്റേഴ്സിന് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് സ്റ്റേബിൾ ആവണം, ഓക്കെ ആണെന്ന് ചോദിച്ചാൽ ആ സമയത്തൊന്നും പറയുന്നത്. പക്ഷെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ആഷിനോട് എല്ലാം ഷെയർ ചെയ്യും, ഫാമിലിയോട് ഷെയർ ചെയ്യുന്നത് വളരെ കുറവായിരുന്നു. പിന്നെ ഇപ്പോൾ ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഓക്കെ ഫൈൻ, ഇനി എനിക്ക് എൻ്റേതായിട്ടുള്ള ലൈഫ് വേണം. കാരണം കുറേ കാലം അവർക്ക് വേണ്ടി ജീവിച്ചു, ഇനി എനിക്കായിട്ട് ഞാൻ ജീവിക്കണം, അല്ലെങ്കിൽ ഞാനത് എൻ്റെ ലൈഫിനോട് കാണിക്കുന്ന ഒരു വലിയ ഒരു തെറ്റാവുമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാനിപ്പോൾ ഓക്കെ ആയിട്ട് നടക്കുന്നത്. ആ ബിയേർഡ് അപ്പോൾ ഒരു ശക്തിയായിരുന്നു, ഒരു കവചമായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം നമുക്ക് ഇപ്പം ഈ സമയത്ത് ഈ ഒരു ഇതിൽ എനിക്ക് രാത്രി എത്രത്തോളം സേഫ്റ്റി ആയിട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ സമയത്ത് താഴെയുള്ളത് കൊണ്ട് എനിക്ക് ഏത് രാത്രിയിലും എവിടെയും പോയി വരാമായിരുന്നു. കാരണം അതൊരു രക്ഷാകവചം പോലെ തന്നെയായിരുന്നു എനിക്ക് സത്യം പറയുകയാണെങ്കിൽ. എനിക്കിഷ്ടമായിരുന്നു എൻ്റെ പണ്ടത്തെ ആ ഒരു ബിയേർഡ് ലുക്കൊക്കെ, എനിക്കിഷ്ടമാണ്, ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്ക് എന്നെ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ട് വരികയാണ്. കാരണം ഒരുപാട് കമൻസിലൂടെയും ആൾക്കാർ, ഒരുപാട് വീട്ടമ്മമാർ, ഒരുപാട് ഏട്ടന്മാർ, ചേച്ചിമാരൊക്കെ കമൻസ് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. രണ്ടുപേരും താടി വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണോ? കാരണം ഓൾറെഡി ആഷിക്ക് കട്ടത്താടി ഉണ്ട്. ആഷിന് താടിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് ദുബായ്. അത് ശരി, അതാണ് തോന്നുന്നത് ഓയിലൊക്കെ ഇറക്കിയത് അതിന്റെ ഒരു റീസൺ ആയിട്ടായിരിക്കും. ആഷിക്ക് ടിക്ടോക്കിൽ കുറെ ഫാൻസ് ഉണ്ട് ദുബായ്. നിങ്ങളുടെ ഫാമിലികൾ നിങ്ങളെ ആസ് എ കപ്പിൾ അക്സെപ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇനി മേ ബി ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കുറേയൊക്കെ അക്സെപ്റ്റേഷൻ വന്നിട്ടുണ്ടല്ലോ, ഇനിയും കുറേ ആൾക്കാരെ ഒന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോൾ ഓൾറെഡി അക്സെപ്റ്റ് ആയി. അപ്പം അതുകൊണ്ട് ഇനി മേ ബി ഉണ്ടാവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ജാസിക്ക് ഇപ്പം 2 ഇത്താത്തമാരുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ആള് ഫാമിലിയിൽ ഉണ്ടെന്ന് വെച്ചാൽ അവരുടെ ലൈഫ് എത്രത്തോളം എഫക്റ്റഡ് ആയിട്ടുണ്ടെന്ന്? അവരുടെ ലൈഫ് കുറേയൊക്കെ എഫക്റ്റഡ് ആയിട്ടുണ്ട്. കാരണം ഒരാൾ ഹസ്ബൻഡ് അങ്ങനെ വലിയ ഇതല്ല, ഇപ്പോഴും ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അവരുടെ ലൈഫിൽ ഓൾമോസ്റ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ നമ്മളെ കുറിച്ച്. നമ്മൾ ഇങ്ങനെ ആയപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാണ്, നമുക്കൊരു ലൈഫ് ഉണ്ട്, അവരുടെ ലൈഫ് പോലെ നമ്മളെ ലൈഫിന് ഇമ്പോർട്ടൻ്റ് ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ കുറേയൊക്കെ അവർക്ക് വേണ്ടിയിട്ട് അങ്ങ് നിന്നല്ലേ, ഇനി കുറച്ച് എനിക്ക് വേണ്ടിയിട്ട് നിൽക്കാൻ വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ അങ്ങനെ തുടങ്ങിയത്. ഉമ്മ ഇപ്പൊ ഹാപ്പിയാണോ? ആ കുഴപ്പമില്ല, ഉമ്മ ദുബായിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ അടുത്തേക്ക് ഇടയ്ക്ക് വരും നിൽക്കും, കുഴപ്പമൊന്നുമില്ല. ഉമ്മക്ക് ഞാൻ എങ്ങനെയായാലും ഞാൻ ഹാപ്പി ആയി ഇരുന്നാൽ മതി, ആൾക്ക് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചാൽ ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മതി, ഞാൻ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ജാസി ഒരു നല്ല പാട്ടുകാരനാണെന്ന് ഞങ്ങൾക്ക് ചെറിയ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം വീഡിയോ ഓർമ്മയുണ്ടെങ്കിൽ ഈ പാട്ട് എനിക്കൊന്ന് പാടിത്തരണം. പഴയ പാട്ടാണോ? പഴയ സ്റ്റേജിൽ മൈക്കെല്ലാം മുടിച്ചിട്ടില്ല. അയ്യോ, ഇത് ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും ചോദിക്കല്ലേ, ഞാൻ ഇങ്ങനെയല്ല. അപ്പൊ എനിക്ക് വേണ്ടി ഈ പാട്ടൊന്ന് പാടാൻ പറ്റുമോ? അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം, പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം, കളിയും ചിരിയും നിറയും കനവിൽ ഇളനീരൊഴുകി കുളിരിൽ, മഴയും വെയിലും പൊഴിയും സിരയിൽ നിങ്ങൾ പാടുന്നു തന്നെ, കാണാനുള്ളിലുള്ള ഭയമോ കാണാനേറെയുള്ള രസമോ ഒന്നായി വന്നിരുന്നു വെറുതെ പടവിൽ, കാത്തിരിപ്പൂവിന്നനല്ലേ കാലമിന്നോ മൗനമല്ലേ മൗനം തേരില്ലേ. ഇനി ആ പാട്ട് മാറിയിട്ട് ഈ പാട്ടിടും എല്ലാവരും. നിങ്ങളുടെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം നിങ്ങൾക്ക് കല്യാണം കഴിക്കണം, അതായത് ഒരു ഒഫീഷ്യലി അതൊരു വെഡ്ഡിങ് ഫംഗ്ഷൻ ആക്കണം, അല്ലെങ്കിൽ ഫാമിലിയും ഫ്രണ്ട്സിനെയും എല്ലാം വിളിച്ചൊരു കല്യാണം നടത്തണം എന്ന് ആഗ്രഹമുണ്ടോ? അതൊരു സ്വപ്നമാണ്, പക്ഷെ ഇപ്പോൾ അതിനെക്കുറിച്ചില്ല. ഇപ്പം നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ, അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് ഡെവലപ്പ് ആക്കണം, ഒന്നും കൂടെ അതിൻ്റെ ബ്രാൻഡസ് വേണം, നെയിം ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വലിയൊരു ഡ്രീം. അതെല്ലാം കഴിഞ്ഞിട്ട് ഒഫീഷ്യലി എന്തായാലും ഒരു നല്ല ഒരു കല്യാണം ഉണ്ടാവും. ഞാനും അതിന് തീർച്ചയായിട്ടും എന്റെ എല്ലാ വിശ്വാസവും അതങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഏത് ഫേസിലാണ് ജാസി ഇപ്പൊ കൺവേർഷൻ ടുവേർഡ്സ് വിമൻ, അങ്ങനെ ബോഡിയും കൂടെ എനിക്ക് അറ്റൈൻ ചെയ്യണം എന്നൊരു
ആഗ്രഹമുണ്ടോ? ഓപ്പറേഷനെ കുറിച്ച് സർജറിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല കേട്ടോ. ഈവൻ ഇപ്പോൾ ആഷിക്കാണെങ്കിലും സർജറി ചെയ്യണം എന്നുള്ള വലിയ നിർബന്ധമൊന്നുമില്ല. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് അനന്യ സർജറി ചെയ്തിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മരണപ്പെട്ടു പോയതുകൊണ്ട് ഇത് എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് സർജറി ഇപ്പം ഞാൻ ദുബായിലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ദുബായിൽ നിൽക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ സർജറിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നൊന്നുമില്ല. ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ലൈക്ക് നമ്മളെ ബോഡിക്ക് നല്ലതാണ്. ലേസർ ചെയ്യുന്നത് എനിക്ക് ബിയേഡ് വെച്ച് നടക്കാൻ ഇപ്പോൾ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ബിയേഡൊക്കെ മാറ്റി ലേസർ ഒക്കെ ചെയ്ത് നടക്കുന്നത്. ചിലപ്പോൾ ഭാവിയിൽ ചിന്തിക്കാൻ സാധ്യത ഉണ്ടാവുമായിരിക്കാം, ചിലപ്പോൾ ഉണ്ടാവില്ല. ഇങ്ങനെ തന്നെ ജീവിക്കാനാണ്. അതായത് ഒരു ടൈം പീരിയഡിൽ ജാസി എനിക്ക് തോന്നുന്നത് ഇതൊരു റെസ്റ്റോറൻറ്റിൽ അവിടുത്തെ പ്ലേറ്റ്സ് വാഷ് ചെയ്ത് മുന്നോട്ട് പോയൊരു അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതിൽ നിന്നും ഇപ്പോൾ ഒരു ഓൺട്രപ്രണർ ആണ്, ഒരു പെർഫ്യൂം ഷോപ്പ്, അതും ദുബായിൽ. അപ്പോൾ ഈ ഒരു ജേണി ഇങ്ങനെ ഞാൻ എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്നുള്ള ഈ ഒരു ജേണിയെ കുറിച്ചുണ്ട്. ഞാൻ ഫസ്റ്റ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ മുന്നോട്ട് വരുന്നത്. പിന്നെ ഇപ്പോൾ പെർഫ്യൂമിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഓൺ ഷോപ്പല്ല, നമ്മളവിടെ വർക്കിംഗ് പാർട്ട്നേഴ്സാണ്. അതിന് മെയിൻ നമ്മുടെ സപ്പോർട്ടിങ്ങും നമ്മൾ അത്രയും ഹെൽപ്പും ചെയ്തത് ഫാമിലിയാണ്. ആൾ കാലിക്കറ്റുള്ളൊരു വ്യക്തിയാണ്. ആളുടെ വൈഫുമാണ് നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതും ആ ഒരു ഷോപ്പിനൊക്കെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കൂടെ നിന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ എനിവേ നിങ്ങൾ ആസ് എ കപ്പിൾ നമ്മളെല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവർക്ക് അതുപോലെ തന്നെ അവർക്ക് ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ടു ബ്രിങ് സമൺ ടു ദിസ് വേൾഡ് അല്ലെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ? എനിക്കിഷ്ടമാണ് കുഞ്ഞുങ്ങളെ, എനിക്കിഷ്ടമാണ് നല്ല കുട്ടികളെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആഷിക്കാണെങ്കിലും കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇവൻ ഷോപ്പിലൊക്കെ കുട്ടികളൊക്കെ വരുമ്പോൾ ആഷി പോയി എടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇപ്പോൾ നമുക്കൊരു കുട്ടീനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നൊന്നുമില്ല. ഭാവിയിൽ നമുക്കൊരു കുട്ടി വേണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അഫ്കോഴ്സ് ഞങ്ങൾ നമ്മളൊന്ന് ഫിനാൻഷ്യൽ ഒന്നുകൂടെ നമ്മൾ കുറേ സ്റ്റേബിൾ ആവാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമൊക്കെ നല്ലൊരു എല്ലാം ഓക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു മൈൻഡ് വരികയാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഞങ്ങളൊരു കുട്ടീനെ ദത്തെടുക്കല്ല ഞങ്ങൾ ഓൾറെഡി ചെയ്യും. അപ്പോൾ പിന്നെ അതിനൊക്കെ ഒരുപാട് സാധ്യതകളുണ്ടല്ലോ. അപ്പോൾ ആഷി ഫേസ് ചെയ്യേണ്ട ഫസ്റ്റ് ചലഞ്ച് എന്തായിരുന്നു, അല്ലെങ്കിൽ ആരോടൊക്കെ മറുപടി പറയണമായിരുന്നു? എനിക്ക് ഫ്രണ്ട്സിനോട് മറുപടി പറയണ്ടായിരുന്നു. എൻ്റെ ഡീപ്പ് ഫ്രണ്ട്സുകൾ, അതേപോലെ ഫാമിലീസ്, പിന്നെ ഇവൻ്റെ കുറേ ഫ്രണ്ട്സുകൾ, പിന്നെ കസ്റ്റമേഴ്സ്. നമ്മൾ ഷോപ്പിൽ നിൽക്കല്ലേ, പക്ഷെ ഇവല്ലാത്ത ടൈമിൽ കസ്റ്റമർ എല്ലാം വരുമ്പോൾ കസ്റ്റമർ അങ്ങനെ പറയും. ഞാൻ എൻ്റെ കയ്യിൽ ആർക്കും എന്നെ ക്ലിയർ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. എൻ്റെ സംസാരിച്ച എല്ലാവരും നീ ആശയ ആൾ സെറ്റാണ്. പിന്നെ ആൾ പറയും നീ ഇങ്ങനെ ഇത്രയൊക്കെ ബെറ്ററായിട്ട്, ഞങ്ങൾ ഇങ്ങനെയല്ല ഞാൻ പ്രതീക്ഷിച്ച് ഇത്രയൊക്കെ ആയിട്ട് ഓക്കെ ആയിട്ട് നീ എന്താ ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ നിൽക്കുന്നത് അങ്ങനെ ചോദിക്കും. അപ്പോൾ അവരോടെല്ലാം അങ്ങനെ പറയാറുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അതെ. അപ്പം ഞാൻ അങ്ങനെ പറയും. പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് നേരിട്ടുണ്ട്. ഫസ്റ്റ് ഇപ്പോഴൊന്നും അങ്ങനെ ഇല്ല, ചോദിക്കാറില്ല. ഞാൻ എന്നാ ചോദിക്കട്ടെ, ഈ ഒരു ലവ് മൊമെന്റ് അല്ലെങ്കിൽ നമ്മളുടെ പാർട്ട്ണർ അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടാവുമല്ലോ? അങ്ങനെ എനിക്ക് ഫസ്റ്റ് ഒരു അഫെയർ ഉണ്ടായിരുന്നു ജാസി വരുന്നതിന് മുമ്പ്. പിന്നെ ഇങ്ങനെ കമ്പനിയായി ജാസിനെ കമ്പനിയായി എല്ലാവരും ഇങ്ങനെ കളിയാ. അപ്പം നമുക്ക് ഞാനൊരു ഫുട്ബോളെല്ലാം കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ എനിക്ക് നേരത്തെ അറിയാം. അങ്ങനെ കമ്പനിയായി. പിന്നെ ഈ ഒരു അഫെയർ കിട്ടിയപ്പോൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിപ്രഷനിലായിരിക്കുമ്പോൾ ഒരുപാട് ഹെൽപ്പ് എല്ലാം ചെയ്ത്. പിന്നെ സ്റ്റാർട്ടിങ്ങിലുള്ള ഫ്രണ്ട്സ് ആയിരുന്നു. രണ്ടുപേരും ഫ്രണ്ട്സ് ആയി, പിന്നെ പാർട്ട്നേഴ്സ് ആയി അല്ലേ? ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഫോട്ടോ കാണിക്കാണ്ട് ജാസി. ഇത് എപ്പോഴത്തെയാണ്, ഇത് എന്താണ് ഇതിലൊരു? ഇത് ഞാനൊരു പെർഫ്യൂം ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു ദേര പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഒരുപാട് ഫോറിനേഴ്സ് ആണ് അവിടെ വരിക പെർഫ്യൂംസ് വാങ്ങാനായിട്ട്. അപ്പോൾ അന്ന് അവർ പറഞ്ഞത് ഞങ്ങളോട് ഒരു ഫോട്ടോ എടുക്കണമെന്ന്. അങ്ങനെ എടുത്ത ഫോട്ടോസ്. അത് ഇത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഫോട്ടോ ആണ് ഇത്. അതായത് ആഷി റാസൽ കൈമിലായിരുന്നു അന്ന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് കാണാൻ വേണ്ടി പോകും. ഇവൻ അവിടുന്ന് എന്നോട് ഇന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരും. അപ്പോൾ അവിടെ കാണാൻ വേണ്ടി പോകുമ്പോൾ അവിടുന്ന് എടുത്ത ഫോട്ടോസ്. 5-6 വർഷത്തിന് മുമ്പുള്ള ഫോട്ടോ അത്. ഇതൊക്കെ അതേപോലെയുള്ള ഇതാണ്. ഇത് ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഒരുമിച്ച് താമസമായിട്ട് എടുത്ത ഫോട്ടോസാണ്. ഒരുമിച്ച് താമസമായ സമയത്ത് മോർണിംഗ് വാക്കിന് പോകുമ്പോൾ എടുക്കുന്ന ഫോട്ടോസ് അല്ല, ആ ഫോട്ടോസ്. അത് ആ സമയത്തൊക്കെ ഭയങ്കര തടി കുറവായിരുന്നു. വളരെ ഹാപ്പി ആയിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ. ഞാൻ നന്നായിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കും. കാരണം ഇവ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വെറുതെ ചിലപ്പോൾ എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ യൂട്യൂബിൽ എന്തെങ്കിലും കാണുമ്പോൾ അത് ഉണ്ടാക്കി നോക്കാണ്ട് അതുണ്ടാക്കി അത് കഴിക്കും. ആഷിക്ക് ഞാൻ എടുത്ത് വെക്കും, ഞാൻ കഴിക്കും. പിന്നെ വെറുതെ ഇരിക്കും, നമ്മൾ വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കില്ലേ. എൻ്റെ ഫ്രണ്ട്സ് പറയും നിന്നെ എപ്പോൾ ഫോൺ വിളിച്ചാലും എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചാൽ എപ്പോൾ വിളിച്ചാലും എൻ്റെ കയ്യിൽ ചോറ് ഒന്നെങ്കിൽ എന്തെങ്കിലും കഴിക്കുന്ന പാത്രം. എനിക്ക് നല്ല വലിയ തളികയിൽ ഫുഡ് കഴിക്കുന്ന ഇഷ്ടം. ഈ നിങ്ങൾ ഇപ്പത്തെ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴേ ഇപ്പം നെഗറ്റീവ് കമന്റ്സ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ അതോ കൂടിയിട്ടുണ്ടോ? എന്താ ഇപ്പോൾ കുറവാണ്. ഇപ്പോൾ ഓൾറെഡി ഞാനും ആശും തമ്മിൽ വീഡിയോസ് ചെയ്യല്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, ഒരേ അക്കൗണ്ടിൽ നിന്ന് വരുന്ന കമന്റാ ഡിലീറ്റ് ആക്കുള്ളൂ, വേറെ ബ്ലോക്ക് ഒന്നും ആക്കില്ല. കൂട്ടമായിട്ട് ഒരു പ്ലാനിങ്ങളെ പോലെ ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ പിന്നെ അങ്ങനെ ഇല്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ കുറേ ഒരുമിച്ച് ഇപ്പോൾ അടുത്താണ് വീഡിയോസ് വീണ്ടും ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ ആശു ഭയങ്കര ബിസി ആയിരുന്നു. അവൻ രാവിലെ പോകും, ഞാൻ രാവിലെ അവന് പോകാനുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഞാൻ റെഡി ആക്കി കൊടുക്കും, അവൻ പോകും.
പിന്നെ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വരും വീട്ടിലേക്ക്, എൻ്റെ ഒരു കൂട്ടുകാരത്തി വരും, അവളാണ് എനിക്ക് വീഡിയോസൊക്കെ എടുത്ത് തരാറ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക്, ആശിനെ കിട്ടുന്നില്ല, ആശി ഡ്യൂട്ടി പോവാണല്ലോ, അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിലുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഒറ്റക്കുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ വീണ്ടും കുറേ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അടുത്ത് നമ്മൾ ഒരുമിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങിയല്ലേ. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ കമന്റ്സിലല്ലാണ്ട് നേരിട്ട് അങ്ങനെ ഒരു നെഗറ്റീവ് ആരെങ്കിലും വന്ന് പറഞ്ഞു? ഇത്രയും ഫാൻസിന്റെ ബാഡ് കമന്റ് എല്ലാം അറിഞ്ഞത്. കാരണം ഇപ്പം അടുത്ത് ഞങ്ങൾ ട്രിപ്പ് പോയ സമയത്തും ഇതേപോലെ എൻ്റെ ഫ്രണ്ട്സ്, ഞാനും കരീഷ്മ, ഞങ്ങളുടെ ഫ്രണ്ട് റോസ്, ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോയിണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ ഒരുപാട് മലയാളികൾ, ഓണം വെക്കേഷനാണ് പോകുന്നത്, ഒരുപാട് മലയാളികളാണുള്ളത്. എല്ലാവരും ഭയങ്കര സ്നേഹത്തിൽ വന്ന് സംസാരിക്കുന്നത്, ഫോട്ടോ എടുക്കുന്നത്, നമ്മളെ ഭയങ്കര സ്നേഹത്തിൽ പൊന്നു സഖി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു. ഇവൻ കരീഷ്മയോട് ചോദിച്ചു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ, എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്നത്, സ്നേഹത്തിൽ പെരുമാറുന്നത്, പിന്നെ ആരാ ഈ ബാഡ് കമൻ്റ് ഒക്കെ ഇടുന്നത് നിനക്കെന്ന് പഠിത്തം കൂടി അവൾ എന്നോട് ചോദിച്ചു. എനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതുവരെ പുറത്തുനിന്ന് ഒരു ആൾ വന്നിട്ട് എന്താണ് നീ കാണിച്ചു കൂട്ടുന്നത് ഇൻസ്റ്റഗ്രാമിൽ ടിക്ടോക്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയുക, അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഒരു തരത്തിലും ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്കും അത് അടുക്ക് തോന്നാറുണ്ട്. പിന്നെ ആരാണ് ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നത്? പിന്നെ നമ്മളെ കാണുമ്പോൾ നല്ല സ്നേഹമായിരിക്കും, മാറി കഴിയുമ്പോഴായിരിക്കും അവർ പറയാൻ പറ്റില്ലല്ലോ ആൾക്കാരെ മനസ്സിലാവും. പിന്നെ ഈ കമന്റ്സിന്റെ മാത്രമല്ല, ഇപ്പൊ ഈ ഫാമിലിയിൽ ഫസ്റ്റ് ഇത് ഡിസ്ക്ലോസ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറയും കമ്മിങ് ഔട്ട് ഓഫ് ദ ക്ലോസെറ്റ് എന്ന് പറയും, ഞാൻ ഇങ്ങനെ എനിക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പം അവരുടെ ഒരു ഫസ്റ്റ് പ്ലാൻ ഓഫ് ആക്ഷൻ ആയിരിക്കും നമ്മളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കുക, കൗൺസിലറിന്റെ അടുത്ത് വിടുക. എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നെ കൗൺസിലിംഗ് എന്നെ ഇതേപോലെ ഒരു കൗൺസിലിംഗിന് കൊണ്ടുപോയി, കൊച്ചിക്ക് തന്നെ കൊണ്ടുവന്നത് ഒരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ വീട്ടിൽ എല്ലാവരും കൂടി നിർബന്ധിച്ചു, കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയാവും, ഇതൊക്കെ മാറും, ആൺകുട്ടികളുടെ കൂടെ കൂട്ടുകൂടിയാൽ മതി, കല്യാണം കഴിഞ്ഞാൽ റെഡിയാവും. പക്ഷെ അട്ടർ ഫ്ലോപ്പായിരുന്നു. ജിമ്മിൽ പോവുക, കൗൺസിലിങ്ങിന് അയക്കുക, കല്യാണം കഴിപ്പിക്കുക, ഇതല്ലാണ്ട് ഇതിൻ്റെ എന്താണ് അവർക്ക് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ മീൻസ് വാട്ട് ആർ ദേ ഗോയിങ് ത്രൂ എന്നുള്ളതിന് ആരെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കുകയോ അതിനൊരു സപ്പോർട്ട് തരുമോ ചെയ്തായിരുന്നു? എൻ്റെ വീട്ടിലുണ്ടായില്ല. എൻ്റെ വീട്ടിൽ പക്ക ടിപ്പിക്കൽ ഒരു മലപ്പുറം ഏരിയയാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ ഓവറായിട്ട് ഇതിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരല്ല. ഞങ്ങളുടെ ഭയങ്കര കുറവാണ് അങ്ങനത്തെ ആൾക്കാർ. എനിക്ക് തന്നെ ഒരു ഫ്രണ്ട് ഉള്ളത് കുറേ അപ്പുറത്താണ്. അവനോട് ഷെയർ ചെയ്യും കാര്യങ്ങളൊക്കെ. അല്ലാണ്ട് വീട്ടിൽ അങ്ങനെ എല്ലാവരും പറയുന്നത് ഇല്ല, അങ്ങനെയൊന്നുമില്ല, കല്യാണം കഴിച്ചാൽ മതി, റെഡിയാവും, അല്ലെങ്കിൽ ആൺകുട്ടികളുടെ കൂടെ പന്ത് കളിക്കാൻ വേണ്ടി പോയാൽ മതി, ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോയാൽ മതി, അവരെ കൂടെ നിന്ന് അവരെ കൂടെ പോയി ഇരിക്കുക, നീ ഇങ്ങനെ റൂമിൽ തന്നെ ഇരിക്കേണ്ട, പെണ്ണുങ്ങളുടെ കൂടെ കളിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അവർക്ക് ചിന്തയുള്ളൂ. പക്ഷേ ഇത് ഒരു നമ്മൾ അഭിനയിക്കുന്നതല്ല, നമ്മുടെ ലൈഫിൽ ഉള്ളതാണ്. ഇത് നമുക്ക് കുറേ നേരം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് അഭിനയിക്കാനേ പറ്റുള്ളൂ. ലൈഫിൽ നമുക്ക് ഒരുപാട് അഭിനയിച്ചാൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു വെറുപ്പ് വരാൻ തുടങ്ങും. കാരണം ലൈഫിൽ നമ്മളല്ലാണ്ടാണ് ജീവിക്കുന്നത്. എന്തെങ്കിലും ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ചിന്തിക്കും, നമ്മളായിട്ടെങ്കിലും ഒരു വട്ടം ജീവിക്കണമല്ലോ എന്ന്. എനിക്ക് ഫീലിംഗ് അങ്ങനെ വന്നതാണ് ആ സമയത്ത് ഞാൻ ബാക്ക് ടു പിന്നെ നോർമൽ ആവാൻ തുടങ്ങിയത്. ഇതുപോലെ ഇങ്ങനെ നമ്മൾ നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സ്റ്റേജിലെ അത് പലരും നമ്മളെ യൂട്ടിലൈസ് ചെയ്യും, പലരും നമ്മളെ ഈവൻ സെക്ഷുവലി നമ്മളെ മുതലെടുക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടോ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നൊക്കെ? അവർ നമ്മളെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ നമ്മളെ അബ്യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക, നമ്മളെ ഫിസിക്കലി ഓർ മെന്റലി? എനിക്ക് അങ്ങനെ ഫിസിക്കലി അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല. അല്ലാണ്ട് എനിക്ക് മാറ്റി നിർത്തൽ, ഒരുപാട് കളിയാക്കൽ, മാറ്റി നിർത്തൽ, പരിഹാസം, അതൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഈവൻ സ്കൂൾ ലൈഫിലാണെങ്കിലും ഇപ്പോഴും ചില സമയത്ത് ഉണ്ടാവാറുണ്ട്. ഫ്രണ്ട്സുകൾ നമ്മളിങ്ങനെ ആയതുകൊണ്ട് അങ്ങ് മാറ്റി നിർത്തുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അല്ലാണ്ട് എനിക്ക് അങ്ങനെ സെക്സ്വൽ അബ്യൂസ്മെന്റ് ഒന്നും അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല. പൊന്നുസഖി ഒന്ന് പാടാൻ പറ്റുമോ? കാരണം സത്യം പറഞ്ഞാൽ ഈ പൊന്നുസഖി പാട്ട് ഇത്ര വൈറലാവുന്ന ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ ചുമ്മാ പാടിയതാണ്. ഒരു വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാനിങ്ങനെ ആ വീഡിയോ ചെയ്യുമ്പോൾ പക്ഷെ അത് വൈറലായത് എന്റേതാണ്. അപ്പൊ ഞാൻ ഓൾറെഡി അതിങ്ങനെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അത് എന്റെ മൈൻഡിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ കൈകൊട്ടി അത് ഇങ്ങനെ പാടിയത്. പക്ഷെ അത് ഇത്രത്തോളം ആൾക്കാർ അങ്ങ് ഏറ്റെടുക്കും, ഭയങ്കര വൈറലാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിപ്പോ ഫാമിലി ഗ്രൂപ്പ് എല്ലാവരും കൂടി ടൂറ് പോയാലോ, അല്ലെങ്കിൽ കല്യാണ വീട്ടിലാണെങ്കിലും, അസുറിന്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് നമുക്ക് വിഷമമുണ്ട് കണ്ട് തുടങ്ങും. പിന്നെ ഫാമിലി ഗ്രൂപ്പ് പുറത്ത് ടൂർ പോയാലും ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അടിപൊളിയാണെന്നുണ്ട് അവർ തുടങ്ങും. ഇത് ഭയങ്കര ആൾക്കാരെ ഏറ്റെടുത്തപ്പോൾ ഭയങ്കര സന്തോഷം. കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിലും കുഞ്ഞു കുട്ടികളാണെങ്കിലും ഒക്കെ പാടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം ഞാൻ പാടാൻ കുഴപ്പമൊന്നുമില്ല. ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് മൂവി വേൾഡിൻ്റെ സ്റ്റുഡിയോയിലാണ്. അപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷെ ആഷിക്ക് ഭയങ്കര പേടിയാണ് ഗൈസ്. പൊന്നു സഖി എന്തിനാ പിണക്കമെന്നോട് എന്തിനാ, അല്ല പൊന്നെ കൽബു വേദന, എന്നെ കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്തിനാണ്. താങ്ക് യു സോ മച്ച്. അതുപോലെ ഈ ജാസിക്ക് ഈ ഇടയ്ക്ക് ഒരു പടത്തിലേക്ക് ഓഫർ വന്നു ഇങ്ങനെ ഒരു കേട്ടപ്പോൾ അതിനെ കുറിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകുന്ന വിചാരിച്ചു ഞാൻ പറയാത്തത്. കാരണം എനിക്ക് ഇതേപോലെ ഒരു ചാൻസ് വന്നു പടത്തിലേക്ക്. നല്ല മൂവിയാണ്, തമിഴ് മൂവിയാണ് വന്നത്, മലയാളം. പക്ഷെ അതിൻ്റെ കാസ്റ്റിംഗ് ഏജൻസി ഒക്കെ മലയാളികളാണ്.
അപ്പോൾ എന്നോട് പറഞ്ഞു നല്ല മൂവിയാണ്. അപ്പോൾ ഞാൻ സ്റ്റോറീസ് കേട്ടു, കുഴപ്പമില്ല, നല്ല സ്റ്റോറീസാണ്, നല്ല ക്യാരക്ടറായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. ഇതിപ്പോൾ ഇനി വരും ജാസിയെ എന്നൊക്കെ പറഞ്ഞിട്ട് വരുമോ എന്നുള്ള പേടി എനിക്കുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞു. എന്നോട് കുറച്ച് ഫോട്ടോസൊക്കെ അയക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ചിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു. അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെ പുറത്താണ് ഷൂട്ട്, ഈവൻ പുറത്താണ്. അപ്പോൾ എന്താണ് ജാസി കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റ് എനിക്ക് മനസ്സിലായില്ല, എനിക്കറിയാം ഓൾറെഡി, പക്ഷെ ഞാൻ പറഞ്ഞില്ല എനിക്ക് മനസ്സിലായില്ല. അല്ല, ഇടയ്ക്ക് നമുക്ക് ബ്രേക്ക് ടൈമൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഷൂട്ടില്ലാത്ത ദിവസങ്ങളുണ്ടാവും. അപ്പോൾ ആണെങ്കിൽ നമുക്ക് കറങ്ങാനൊക്കെ പോവാം, നല്ല ഹോട്ടൽസിൽ റൂമൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ആമി എന്ന് പറഞ്ഞിട്ട്, അവളോട് ഞാൻ പറഞ്ഞു എടി ആമി, ഇതിനു മുമ്പ് എനിക്ക് ഈ മൂവി വന്ന സമയത്ത് ഞാൻ അവളോട് വിളിച്ച് പറഞ്ഞു എടി ആമി എനിക്കിങ്ങനെ ഒരു മൂവി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആമി നല്ലതാണെങ്കിൽ ചെയ്യുക, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ പിന്നെ ചോദിച്ചാൽ ആഷി ആരാ, ബോയ് ഫ്രണ്ട് ആണോ, ഹസ്ബൻഡ് ആണോ, നിങ്ങൾ തമ്മിൽ പാർട്ട്നേഴ്സ് ആണോ, വരുമ്പോൾ ആശ ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നവർ. അപ്പോൾ എനിക്ക് എന്ത് സംതിങ് റോങ് പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ആമിനോട് ആമി പറഞ്ഞു ഇത് പോണ്ട, ഇത് വേറെ കേസാണെന്ന് പറഞ്ഞു അവള്. അപ്പോൾ എനിക്ക് ഇവനോട് പറയാൻ എനിക്ക് പേടി, ഞാൻ അവളോടാണ് ഫസ്റ്റ് പറഞ്ഞത്. പിന്നെ ഞാനത് എന്തായാലും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം പിന്നെ ഇവനോട് പിന്നെ പറഞ്ഞത്. അടുത്ത സീസൺ ബിഗ് ബോസിലേക്ക് ഒരു കോൾ വന്നാൽ തീർച്ചയായിട്ടും ഞാൻ പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോസ്. എനിക്ക് ഒരുപാട് ഇവനെ എങ്ങനെയും ഞാൻ ബിഗ് ബോസിൽ കയറട്ടെ, ആ 100 ദിവസം എനിക്ക് അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ച് നിൽക്കുന്നവനാണ്. അപ്പോൾ കപ്പിളായിട്ട് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. സ്വഭാവം അറിയണം. അല്ല ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ എന്നെ പുറത്തുനിന്ന് കാണുന്നവർക്ക് ഞാൻ എന്താണെന്ന് അറിയില്ല. നമുക്ക് ഒരു 10 ദിവസം നമ്മൾ ഓക്കെ എനിക്കതൊന്നും ഇഷ്ടമല്ല അങ്ങനെയൊക്കെ അഭിനയിക്കാം. ഇത് പോയി നമുക്ക് അഭിനയിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒറിജിനൽ സ്വഭാവം പുറത്തു വരും. അപ്പോൾ എനിക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ ഒറിജിനൽ സ്വഭാവം വന്നു കഴിഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെടാത്തവരും കൂടി ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാനൊരു സദസ്സ് ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആക്കുന്ന വ്യക്തിയാണ്. എനിക്കിങ്ങനെ ചടഞ്ഞൊരു ഭാഗത്ത് ഇരിക്കണമെന്ന് ഇഷ്ടമല്ല. ഞാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് സംസാരിക്കുന്നത്. ഫോൺ യൂസ് ചെയ്യാണ്ടൊക്കെ സംസാരിച്ച് കുറേ കൊല്ലങ്ങളോളം ഇരിക്കണം എനിക്ക് ഇഷ്ടമാണ് അത്രയും ഇരിക്കുന്നത്. കാരണം എനിക്ക് ഡാൻസ് കളിക്കണം, എനിക്ക് പാട്ട് പാടണം, എനിക്ക് ചില്ലായി നടക്കണം, തല്ല് കൂടണമെങ്കിൽ തല്ല് കൂടണം, ഡാന്ന് പറയാം എന്താണെന്ന് പറഞ്ഞിട്ട് തുടങ്ങണം. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ബിഗ് ബോസിലേക്ക് ഒരു ക്ഷണം വന്നാൽ അഫ്കോഴ്സ് ഞാൻ എന്തായാലും പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ ഡ്രീംസും ഫുൾഫിൽ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.